അപ്പൊ ഇന്ന് നമ്മൾ ചലഞ്ച് ചെയ്യാനാണ് വന്നേക്കുന്നത്. അതെ, വീണ്ടും ഒരു ചലഞ്ച് ആയിട്ടാണ്. അതെ, നമ്മൾ നേരത്തെ യെല്ലോ ചലഞ്ച് ഇട്ടത് അത് നല്ലോണം വൈറലായി അല്ലേ? അതെ, 100 പേരൊക്കെ കണ്ടു. 100 പേര് കഴിഞ്ഞ് കണ്ടു അല്ലേ? അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇഷിതയില് കണ്ടുപിടിച്ചേക്കണം, ഞാനില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വരും, ഫുഡ് ഐറ്റംസ് ആണ്. അത് 50-50 ആയിട്ട് വീതിക്കും. എന്നിട്ട് നമ്മൾ 2 പേർക്കും ഒരേ സാധനങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഡിഫറെൻറ്റ് റെസിപ്പീസിൽ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് കിട്ടിയത് മാങ്ങ, കപ്പ, അരി, പിന്നെ പാസ്ത, ഇതൊക്കെയാണ്. ഇതിൽ ഞങ്ങൾക്ക് ചിലതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അതെ, അതൊക്കെ നമുക്ക് വഴിയെ കാണാം അല്ലേ? യെസ് ഗൈസ്, ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതെ, ഇഷിതയുടെ അമ്മ വന്ന് പറഞ്ഞു പാസ്ത ബ്രെഡ് പൊടിച്ചിട്ട് അല്ല ഞങ്ങൾ ഉണ്ടാക്കി കൊളമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആന്റി വന്ന് പറഞ്ഞായിരുന്നു ബ്രെഡ് പൊടിച്ചിട്ട് ഇതിലേക്ക് ബട്ടർ ഇട്ട് ഇളക്കിയിട്ട് ചീസ് ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അത് ആ ഒരു റെസിപ്പിയിലാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഇതിപ്പോ ആരെടുക്കുന്നു? എടുത്താലോ? എന്നിട്ട് ഇതിൽ കുറച്ച് പാലും കൂടി അല്ല, നമുക്ക് ഒരേപോലെ ചെയ്യാം. ഏറ്റവും ടേസ്റ്റ് വന്നത് കുക്കിംഗ് തന്നെ ഭാവിയാണ്, യുനോ. അപ്പൊ നീ ജയിക്കും. എടി നമ്മ ഒറ്റക്കാണ് ചെയ്യണം, ആന്റി ഇല്ല. അപ്പൊ നമ്മുടെ ബുദ്ധി വെച്ച് വേണം ചെയ്യാൻ. നമുക്ക് നോക്കാം. ഇത് ഭയങ്കര ഇരുട്ടിട്ടോ ഇവിടെ. ഞാൻ ഈ സൺലൈറ്റ് ആ സാധനമില്ലേ, ആ സാധനം കൂട്ടണ അലക്കി തുണി മടക്കി അങ്ങനെ തേച്ചൊക്കെ വെക്കണേ. യെല്ലോ യെല്ലോ ചലഞ്ച് ഇടുമ്പോ ഇതിട്ടാ മതിയായിരുന്നില്ലേ? നമുക്ക് വീഡിയോ എടുത്ത് കഴിയുമ്പോഴാണ് ഓരോന്നും തോന്നണത്. ഇല്ല, വേറെ ഇഷ്ടം നല്ല വെളുപുള്ളിട്ടിരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. അതെവിടെ ചെല്ലെടുത്ത പൊന്നോടെ ഇരിക്കണ ഞങ്ങ എവിടെ ഇരിക്കണ? ഇല്ല, ഇവിടെ നീന്റെ കാര്യമായിട്ട് ചവിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെയാണോ നീ ഉണ്ടാക്കാൻ? അപ്പൊ ഈ സാധനം ഇപ്പുറത്തോ? എനിക്കൊരു കുക്കറി ഷോയിൽ ചെയ്യൂലേ അതേപോലെ ഉണ്ട്. ഹലോ ഗൈസ്, വെറൈറ്റി ആയിട്ടുള്ള ഈ ഫ്രെയിമിന്റെ ഇപ്പുറത്തേക്ക് പോവരുത് കേട്ടോ. കേക്കോ? ഹലോ ഗൈസ്, അപ്പൊ ഗൈസ് അല്ലേ 3, 2, 1 സെറ്റ്. അപ്പൊ ഗൈസ് നമ്മൾ സെറ്റ് ആക്കിയിരിക്കുകയാണല്ല. ഒരു സ്റ്റാമ്പ് അപ്പൊ ഗൈസ് നമ്മ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു സ്റ്റവ് ഉണ്ട്, ഒരു കൊട്ടയുണ്ട്. ആ കൊട്ട നമുക്ക് അപ്പൊ ഗൈസ് സ്റ്റവ് ഉണ്ട്, പിന്നെ ഗ്യാസ് ഉണ്ട്, ഇതാണ് പിന്നെ നമ്മുടെ ആവശ്യമുള്ള സാധനം. അത് നമുക്ക് അരി കഴുകാം. അരി കഴുകിയിട്ട് ശ്രീയ എത്ര പ്രാവശ്യം കഴുകണമെന്ന് സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. കാരണം നിങ്ങൾക്ക് ഭയങ്കര ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു ശ്രീയ. ഗൈസ് അപ്പൊ നമ്മൾ ഇത് ഞാൻ എന്തിനാ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ വെറുതെ എടുത്താണ്. അത് ഈന്തപ്പം ഉണ്ടായിരുന്നു, നമുക്ക് അരി കഴുകണം. ഇതിപ്പോൾ ഉള്ളത് ഇത് എൻ്റെയാണ്. ഇതിപ്പോൾ എന്തോ പാത്രം എടുക്കാൻ പ്രദേശത്തേക്ക് കൂടെ വന്നിട്ട് നമുക്ക് ചെയ്യാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു മാക്രോൺസിൽ ഞങ്ങൾക്ക് തമ്മിലൊരു ഇടി ഉണ്ടെന്ന്. ആ ഇടിയൊക്കെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് ഒരു ഗ്രേവി പോലെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇഷിത ബ്രെഡൊക്കെ ഇട്ടാണ് ഉണ്ടാക്കണം അല്ലേ? അവിടെ ഒരു സ്വീറ്റും ഇവിടെ കുറച്ച് സ്പൈസി
ഒരു റെഡും ഒരു വൈറ്റ് ആയിട്ട് വരും. അതെ, അത്രേ ഉള്ളൂ. റെഡ് സോസും വൈറ്റ് സോസും. ആ പക്ഷെ ചീസ് അപ്പൊ നമുക്ക് ആദ്യം അരി കഴുകാം. അല്ലല്ല അരിയല്ലല്ല മാക്രോൺസ് അല്ലേ. ഞാൻ റഫ് പെൻസിലോട്ട് കഴിച്ച് തല്ലടിച്ച് പൊട്ടിക്കും ഞാൻ. അതിന്റെ തക്കാളി ഹെൽപ്പിങ് ഇത് കൊറേ പാത്രം ഉണ്ടല്ലോ. കെച്ചപ്പും എണ്ണയും ഒഴിക്കണ്ടല്ലേ. എടി ഇത് എണ്ണ മറ്റേ എണ്ണല്ലേ അച്ചാറിടാൻ. സോറി, അത് വേണമെങ്കിൽ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. പാസ്ത ആ അതിനെന്താ. നമുക്കപ്പോ തക്കാളി അരിയാ. കഴുകിയ തക്കാളി കഴുകിയില് വെള്ളമൊക്കെ ആ സാധനം ഫ്രിഡ്ജിൽ എടുത്തോണ്ടാ. ഒന്ന് കഴിയട്ടെ. ആ വെള്ളം ഈ വെള്ളത്തിൽ കഴുകി കുഴപ്പമുണ്ടോ? അവിടേക്ക് വെള്ളം ഒഴിച്ച് അലമ്പാക്കല്ലേട്ടോ. അതിലെ വെള്ളം പുറകിലോട്ട് ഒഴിക്കാ, ചെടിക്ക് ഒഴിച്ചേക്ക്. വെള്ളം മാത്രം. ഫോൺ ചരിഞ്ഞാണ് ഇരിക്കണം. വെള്ളം ഇതിന്ന് എടുക്കുക. ഞാൻ എന്തോന്നോ എന്റെ മൂത്തേക്ക് തേച്ചു. അത്ര വരെ തിരിയണം. അതിന്റെ അവിടെ പോലെ കട്ടിക്ക് ആ കത്തി ആൾക്കത്തോടാ മാറി. എടി ഗ്യാസ് പോണ്ട്. എടി ഇവിടെ ഇങ്ങനെ പോകുന്നു. മനസ്സിലാണോ ഭാഷ പറഞ്ഞൂടെ? ആന്റി ഹെൽപ്പ്. തിരിച്ചോ ഓണാക്കാൻ. ഇതൊന്നും ഓണാക്കിയേ. ഓണാക്കാൻ പറ്റാ. അതല്ല ഇത്. താഴെ ഓണം ചെയ്താ ആ എല്ലാം ഗ്യാസ് ഇല്ല ഇനി. ഗ്യാസ് ഒക്കെ കത്തിയതാണ്. പക്ഷെ ഞാൻ നോക്കിയില്ല. ക്രീം കുടിച്ചോട്ടാ. ഈ പ്ലേറ്റിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഒട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇതേ ഡ്രസ്സിലോട്ടൊന്നും തീ പിടിക്കാതൊക്കെ നോക്കണം. ഇതിലൊട്ടി പിടിച്ചിരിക്കുന്നത് ഇടി അരിയുടെ ഇങ്ങനൊക്കെ ഞാൻ കൈ കൊണ്ടാണല്ലോ നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോകണം. അമ്മ ജാറിയിട്ട് അടിക്കാൻ പക്ഷേ മിക്സി വെച്ച് അടിക്കാൻ പോവാണ്. അതാരോൺ ചെയ്യും. അയ്യോ എനിക്ക് തെറിക്കോ കടഞ്ഞിട്ടില്ല. അടക്കണോ? അടച്ചടിച്ചടിച്ചടിച്ച്
ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ജ്യൂസ് റെഡി. ഞാൻ കുഴപ്പമില്ല, അത് ഇത്ര കുഴപ്പമില്ല, ജ്യൂസ് പോലെ. ആ ജ്യൂസ് പോലെ ആവണം. വഴിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ വേർത്ത് കുളിക്കുന്നുണ്ട്. നമ്മുടെ ഇനിയിപ്പോൾ എൻ്റെ ഒരു ബേസിക് ഇതിലേക്ക് നടക്കാൻ പോണേണ്. എന്നിട്ടാണ് ഇഷിതയുടെ ചെയ്യുന്നത്. ആദ്യം എൻ്റെ എന്നിട്ട് ഇഷിതയാണ് ചെയ്യുന്നത്. ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ഉണ്ടായില്ലേ, ഞങ്ങൾ ബ്രെഡ് ഇത് ബാക്കിയൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയില്ല. മാങ്ങയും അരിയും അതിനൊന്നും റെസിപ്പീസ് കിട്ടിയില്ല. ഞാൻ കുറെ ആലോചിച്ചു, അതെ ഞങ്ങൾക്കൊന്നും കിട്ടില്ല. പിന്നെ ബ്രെഡ് വെച്ച് ഞങ്ങൾ തട്ടിക്കൂട്ടി ചെയ്തു. ഗൈസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള അരിഞ്ഞിട്ടുണ്ട്. സവാള കുറച്ചും കൂടി വേണം, പതി അരിയിട്ടോ. അപ്പോൾ ഇത് ശിക്ഷിത ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇത് ഞങ്ങളുടെ കഷ്ടപ്പാട്. ഓക്കെ ഗൈസ്, അപ്പോൾ സവാള കുറച്ചും കൂടി അരിയാനുണ്ട്. സവാള എന്ത് ചെയ്യാൻ എടുത്താൽ ഒരു സവാള അരിയിട്ട് കേട്ടോ. എനിക്ക് സവാള അരിയാൻ ഇഷ്ടമല്ല, എന്താണെന്നാവോ കരയാൻ ആ ഒരു റീസൺ അല്ല, കണ്ണീന്ന് വെള്ളം വരും അതല്ല, ഇതൊരുമാതിരി കുറേ പീസൊക്കെ ഉണ്ടല്ലോ. മീറ്റ് മസാല. ഓക്കെ ഗൈസ്, ചിക്കൻ വാങ്ങില്ലേ പിടിച്ചോട്ടാ, പിടിച്ചോ. ഗൈസ് അപ്പോൾ നമ്മൾ ബട്ടർ ഇടുന്നത്, ബട്ടർ അല്ലെങ്കിൽ എണ്ണ ഇടാം. അല്ല എണ്ണിട്ട് എന്നിട്ട് ബട്ടർ ഇട്, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. അതാണ് ഞാൻ ഇച്ചിരി എണ്ണ ഇട്ടിട്ട് ബട്ടർ ഇടുന്നു, അങ്ങനെയാണ് ചെയ്യാൻ. ബട്ടർ ആണോ പോലെ ഇച്ചിരി മതി. നിനക്ക് വേണ്ടേ? ഒരു മുളക് കുഞ്ഞിതായിട്ടൊന്ന് അരിഞ്ഞേ ഗൈസ്. അപ്പോൾ എന്തോ സവാള ഇച്ചിരി ഇടും, നമുക്ക് ഇച്ചിരി മതി. ആഹാ, മറ്റേ തവി എടുത്തോണ്ട് സ്പൂൺ വെച്ച് വയ്ക്കുക. ഇതിൽ ഇത്തിരി ഉണ്ടായുള്ളൂ, കുറച്ച് കൂടുതലുണ്ടായതല്ലേ. അതല്ലടി അരിഞ്ഞതിൽ കുറച്ച് കൂടുതലുണ്ടായതല്ലേ. ഇത് വാടിയായിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണ്ട. കുഴപ്പമില്ല, അതിന്റെ കൂടെ കിട്ടോ. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇടേണ്ടത്. പക്ഷെ ഇത് വെച്ച് ഇളക്കും. ഇച്ചിരി മതി. ഗരം മസാല അല്ലെ മീറ്റ് മസാല, ഇതിൽ ഏതെങ്കിലൊക്കെ ഒന്ന് ഇടാം. അയ്യോ തക്കാളി പേസ്റ്റ് ഇട്. അയ്യോ അയ്യോ അയ്യോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധനം വേണം. കുറച്ച് ടേസ്റ്റ് വരാനാണ്. സിമ്മിലൊക്കെ ആ മതി. അതിൻ്റെ ഉള്ളിൽ പോയി കാറ്റങ്ങോട്ടെ അവിടെ ഇഷിതയുടെ ആയിരിക്കും വെറൈറ്റി. ഇഷിതയുടെ കുറച്ച് മധുരം ഇരിക്കും കേട്ടോ. ഒരു സ്വീറ്റി ആയ മാക്രോൺസും പിന്നെ ഒരു
ഇട്ടു. നമ്മത് നല്ല എന്താണമ്മ താഴേക്ക് വീഴുന്നത്. സോസ് ഇടണ്ടേ? മൊത്തം പൊട്ടിച്ചെടുത്ത സോസ് ആദ്യമേ ഇടണ്ട. അയ്യോ ഇതെങ്ങനെയാണ്? ഫ്രണ്ടിൽ നിന്ന് ഇനി സോസ് ഇടണേ. ഇനി നമ്മ ഇടുന്നത് സോസാണ്. നമുക്ക് ചരിച്ച് കാണിക്കും. ഗൈസ് ഇത് ലാസ്റ്റ് നമ്മ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ ക്രീമി കണ്ട ഗൈസ് നമ്മളെ നല്ല രസമുള്ള ഇഷിത പൊള്ളിയാണ്. ഇഷിത വൈബാണ്. ഇഷിത ആരാണ്? ഇഷിത ഇഷിത പൊള്ളി ഗൈസ്. അപ്പൊ ഇതിങ്ങനെ കാണാൻ വേണ്ടിയുള്ള പാത്രം അറിയാം. ഇഷിത ഞാൻ വിചാരിച്ചു ചട്ടി കയ്യിൽ മുട്ടരുത് കേട്ടോ. ഇനി ഇത് കഴുകണം. എന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണം. മൂടി വെക്ക്. ഗൈസ് അപ്പൊ ഇഷിത എന്ത് പൊടിയാണിത്? അരിപ്പൊടി ഗൈസ്. അരിപ്പൊടി ഇടയാണ്. അരിപ്പൊടി ഇട്ടിട്ട് അതാണ് അത് നടക്ക്. എനിക്ക് പേടിയാണ്. ബട്ടർ എടുത്തോണ്ട് വാ. ഗൈസ് ഇതിടണം. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ്. അത് പിങ്ങ ബട്ടർ ഇടണം. കാണൂ ഇവര് പാസ്ത ഇടുന്നു ഗൈസ്. വീണാരാണ്? നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഇത് പാത്രം ഇത് മൊത്തം ഇടാനായിട്ടുള്ളതല്ലേ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഗൈസ് അപ്പൊ ഇത് ബ്രെഡും കൊണ്ട് ഉണ്ടാക്കണ സാധനം കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മ തട്ടിക്കൂട്ടിയാണ് ഉണ്ടാക്കണത്. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് ബ്രെഡ് ബട്ടർ പിന്നെ നമ്മുടെ റെസിപ്പിയാണ് കേട്ടോ. പാസ്ത ഇടട്ടെ ആൻറ്റി. ടീസ്പൂൺ വെച്ച് തന്നെ എടുക്കാം. കുറച്ചും കൂടി ഇട്ടുതരാം. അതെ അതെ സോസ് ഇടണം ആൻറ്റി. അയ്യോ സോസ് വെരി കാണില്ല. ഇവിടെ അത് ഇഷിത ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയത് ശ്രീ ഉണ്ടാക്കിയത്. അത് നമ്മൾ എന്തോ തട്ടിക്കുടി ചെയ്തപ്പോ എന്തോ ആയതാണ്. ബ്രെഡ് ഈ രണ്ട് പാസ്തയും
സ്വാദിഷ്ടവുമായ പാസ്ത. ഇനി ഞങ്ങൾ കഴിക്കണ്ടേ? നമുക്ക് കഴിക്കണ്ടേ? ഇത് ശ്രീയുടെ ഇഷ്ടേടാ. ഞാൻ നോക്കാം. നമ്മൾ ഏറ്റത് എന്നാണ് നമുക്ക് ഈ വെറൈറ്റി സാധനം തിന്ന് നോക്കാം. നോക്കി നോക്കിയാലോ. തിന്നോ. തട്ടിക്കൂട്ടാണ് അടിപൊളി. പറ ഞങ്ങൾ ബ്രെഡ് സൂപ്പറായിട്ടുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് പറ. നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനമാണ് സക്സസ് ആയത്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള പാസ്ത ആയിരുന്നു അല്ലേ? അതെ, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്രെഡാണ്. മറ്റേ പാസ്തയൊക്കെ നമുക്ക് ഇച്ചിരി തിന്നപ്പോൾ തന്നെ വയറിറങ്ങു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ബൈ.